എന്റെ ജീവന്റെ ജീവനെ, അവളുടെ കവിളിലും മൂക്കിലും കണ്ണിലുമെല്ലാം ഞാൻ മുത്തം കൊടുക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി മുത്തം കൊടുത്തു. അവൾ ഉണർന്നതേയില്ല. ഓർക്കുന്നുണ്ടോ ഖാലിദ് നബ്ഹാൻ എന്ന ഗസ്സയുടെ മുത്തശ്ശനെ? ഇസ്രായേൽ കൊന്ന 3 വയസ്സുള്ള ചെറുമകൾ റീമിന്റെ ചലനമറ്റ ശരീരം വാരിയെടുത്ത് തുരുതുരെ ചുംബിച്ച ആ മനുഷ്യനെ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? ഹൃദയഭേദകമായ ആ ഒരൊറ്റ ദൃശ്യത്തിലൂടെ അദ്ദേഹവും കുഞ്ഞു റീമും ലോകത്തിന്റെ നെഞ്ചിലാണ് ഇടം പിടിച്ചത്. എന്നാൽ ഇന്നലെ ഗസ്സയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വന്നു. ജീവന്റെ ജീവനരികിലേക്ക് ഖാലിദും യാത്രയായിരിക്കുന്നു. അല്ല, ആ മനുഷ്യനെയും ഇസ്രായേൽ കൊന്നുകളഞ്ഞിരിക്കുന്നു. തെക്കൻ ഗസയിലെ അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഗസയുടെ മുത്തശ്ശൻ എന്ന് ഗസക്കാർ സ്നേഹത്തോടെ വിളിച്ച ഖാലിദ് കൊല്ലപ്പെട്ടത്. 2023 നവംബർ 22-നായിരുന്നു നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഉറങ്ങിക്കിടന്ന റീമും 5 വയസ്സുള്ള സഹോദരൻ താരിഖും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ആ ആക്രമണത്തിൽ പേരമക്കൾക്കൊപ്പം പ്രിയപ്പെട്ട പലരെയും ഖാലിദ് നബ്ഹാന് നഷ്ടപ്പെട്ടു. ജീവനറ്റുകിടക്കുന്ന റീമിനെ ഇരുകരങ്ങളിലും കോരിയെടുത്ത് താലോലിക്കുകയും അവസാന ചുംബനം നൽകുകയും ചെയ്യുന്ന ഖാലിദിന്റെ ഹൃദയം നുറുങ്ങുന്ന ദൃശ്യങ്ങൾ ലോകത്തിന്റെ നോവായി മാറുന്നത് അങ്ങനെയാണ്. ഇപ്പോഴിതാ റീമിനൊപ്പം അവളുടെ പ്രിയപ്പെട്ട മുത്തച്ഛനും ചേർന്നിരിക്കുന്നു.